ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. സോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് +2 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ +2 2025 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആൻഡ് ടൈം ടേബിളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. +2 റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ യു ഷുഡ് ഗോ ഫോർ റീവാലുവേഷൻ. ഇപ്പോൾ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും ഇൻക്രീസ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് റീവാലുവേഷൻ കൊടുത്താലേ കിട്ടുകയുള്ളൂ. സോ ഞാൻ ലാസ്റ്റ് എല്ലാ വീഡിയോസും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ റീവാലുവേഷൻ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്താൽ മാർക്ക് ഇൻക്രീസ് ആയി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും, പോസ്റ്റ് വഴി അയച്ചു തരും. അല്ലാണ്ട് അതിൽ നിങ്ങൾക്ക് മാർക്കൊന്നും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ സ്ക്രൂട്ടിനി ചെയ്താൽ ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറോ അതുപോലെ മാർക്കൊക്കെ ഇട്ടില്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് സ്ക്രൂട്ടിനി ഉള്ളത്. ആൻഡ് റീവാലുവേഷൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചില സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ A+ പോയ വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ ഒരു മാർക്കിനൊക്കെ ഗ്രേഡൊക്കെ അപ്ലിഫ്റ്റ്മെൻറ്റ് കുറഞ്ഞവരുണ്ടാകും. അതുപോലെ ഒരു മാർക്കിന് ഫെയിലായ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും. സോ നിങ്ങൾക്കൊക്കെ ഒരു ബെറ്റർ ചാൻസ് റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ റീവാലുവേഷൻ നമ്മൾ കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും മാർക്ക് ഇൻക്രീസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ എഴുതിയത് നിങ്ങൾക്കറിയാം. സോ അതിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. ഇപ്പോൾ ലാംഗ്വേജസിനൊക്കെ ആണെങ്കിൽ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കറിയാം റീവാലുവേഷന് നമുക്ക് 500 റുപ്പീസാണ് ഈച്ച് പേപ്പറിന്. ഒരു പേപ്പറിന് 500 റുപ്പീസാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% എബവ് മാർക്ക് ഇൻക്രീസ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് 10 മാർക്സ് കൂടുതൽ ഇൻക്രീസ് ആയി, 9 മാർക്ക് എബവ് നിങ്ങൾക്ക് ഇൻക്രീസ് ആയാൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ +2 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ D+ ഗ്രേഡോ അതിന് മുകളിലോ നേടാനാകാത്ത എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ 2025 +2 റെഗുലർ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്തു ആൻഡ് നിങ്ങളെല്ലാത്തിലും നിങ്ങൾ പാസ്സായി. പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗ്രേഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനും ഇതുപോലെ സേ ഇമ്പ്രൂവ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഫോം ഉണ്ട്. സോ ആ ഫോം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. സോ ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പലിന് അത് കൊടുക്കേണ്ടതായിരിക്കും. സോ അതിന് ശേഷമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഫോർമാലിറ്റീസ് അതുപോലെ തന്നെ റീവാലുവേഷൻ തുടങ്ങിയതിൻ്റെ പ്രൊസീജിയേഴ്സ് പോകുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് ജൂണിലാണ്. ജൂൺ 23 സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ടൈം ടേബിൾ. ഇപ്പോൾ നിങ്ങൾ ഇതിൽ വല്ല സബ്ജക്റ്റിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടൈം ടേബിൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഈ +2 സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വളരെയധികം ഡിഫിക്കൽട്ടൊന്നും ആയിരിക്കില്ല. പൊതുവേ സേ എക്സാംസൊക്കെ ഈസി ആയിരിക്കും. നിങ്ങളുടെ പബ്ലിക് എക്സാമിനേക്കാളും പൊതുവേ അത് ഈസി ആയിരിക്കും. പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരത്ത് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഈ എക്സാമിന് വന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. സോ ആ ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും നിങ്ങളുടെ സേ എക്സാമിനൊക്കെ വരാൻ 90% ചാൻസ് ഉള്ളത്. നിങ്ങൾ ഒന്നുകൂടി ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് സേ എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലപോലെ അത് എക്സാം ആയിരിക്കും. സോ ഇപ്പോഴേ നിങ്ങൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.